നമുക്കിനി ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ സെൻഡാങ്കിൾ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ആർട്ടുകളൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വെറുതെ നമ്മൾ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് കളയാറുള്ള ടൈമില്ലേ, ആ ടൈം മതി. ചിലപ്പോൾ വരച്ച് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ആൾക്കാർ ജേണലൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ നമ്മുടെ സ്ട്രെസ് ഒക്കെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന പാറ്റേൺസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടും, നമ്മൾ വരയ്ക്കുന്നതിന്റെ പെർഫെക്ഷനിലും നല്ല വ്യത്യാസം വരും. പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് ടൈം കളയുന്നതിന് പകരം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് എൻകറേജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു കാര്യമായിരിക്കും. ഇതിന്റെ ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരച്ച് തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഈ സെൻഡാങ്കിൾ ആർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സെയിം പാറ്റേൺസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആർട്ടുകൾ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ആൻഡ് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ.